സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ 5 വർഷം കൊണ്ടുള്ള വരുമാനം ഓരോ ഭാരതീയനെയും ഞെട്ടിക്കുന്നതാണ്. പ്രതിമയ്ക്ക് വേണ്ടി രാജ്യം മുടക്കിയ ചെലവ് കണക്കിലെടുത്താൽ സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ 120 വർഷം എടുക്കുമെന്ന നിഗമനങ്ങളെ അപ്പാടെ തെറ്റിച്ചിരിക്കുകയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഈ പുതിയ വരുമാന കണക്ക്. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സ്വാതന്ത്ര്യ സമര സേനാനിയിൽ ഒരാളും നല്ല രാഷ്ട്രതന്ത്രജ്ഞനുമായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മയ്ക്കായി പണിത സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 597 അടിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉയരം. അതായത് അമേരിക്കയിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 30 മീറ്റർ അധികമുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമയ്ക്ക്. ഗുജറാത്തിലെ കെവാഡിയയിൽ നർമ്മദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. 2018 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ ഏകതാ പ്രതിമയ്ക്ക് ഏകദേശം 3000 കോടി ചിലവായിരുന്നു വന്നത്. അന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സൃഷ്ടിച്ച വിവാദം ചെറുതൊന്നുമായിരുന്നില്ല. ഇത്രയും വില മുടക്കി പണിതത് ഭാരതത്തിന് എന്നും ഒരു നഷ്ടമായി തന്നെ നിലനിൽക്കുമെന്നായിരുന്നു അന്നത്തെ നിരീക്ഷകരടക്കം ഉന്നയിച്ച വാദം. എന്നാൽ പ്രതിമ ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക വരുമാനത്തെപ്പറ്റി പഠിക്കാൻ തന്നെ പിന്നീട് അധികൃതർ തീരുമാനിച്ചു. പദ്ധതിയുടെ സാമ്പത്തിക വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 120 വർഷം എന്ന വർഷക്കണക്ക് തെറ്റിക്കുന്നതാണ്. ഒരുപക്ഷെ അതിനു മുൻപേ തന്നെ വലിയൊരു ലാഭം ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചേക്കും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 5 വർഷത്തിനുള്ളിൽ പ്രതിമാ ചെലവിന്റെ 13% വാട്ടർ ഷിപ്പിങ്ങിലൂടെ മാത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3000 കോടിയുടെ ഈ നിർമ്മിതിയിൽ നിന്നുമുള്ള വരുമാനം ഒരു ലാഭമായി മാറണേൽ 120 വർഷങ്ങൾ എടുക്കുമെന്നായിരുന്നു 2018 പ്രധാന വിവാദ പ്രസ്താവന. 2023 മാത്രം പ്രതിമ കാണാനും മറ്റുമായി എത്തിയവർ 50 ലക്ഷം പേരാണ്. ഏറ്റവും അധികം സന്ദർശകർ ഏകതാ പ്രതിമ കാണാനെത്തിയത് 2023 ഡിസംബർ 24 80,000 പേരാണ് അന്ന് ഒരു ദിവസം മാത്രമായി എത്തിയവർ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1.75 കോടി സന്ദർശകരിലൂടെ 400 കോടി രൂപയിലധികം വരുമാനമാണ് നേടിയത്. പ്രതിമയുടെ നിർമ്മാണ ചെലവിനുള്ള ഭൂരിഭാഗം പണവും നൽകിയത് ഗുജറാത്ത് ഗവൺമെന്റ് ആണ്. ബാക്കിയുള്ള ഫണ്ട് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ചില സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് പുറമെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു മ്യൂസിയവും സർക്കാർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകതാ പ്രതിമയുടെ ഉയരം 597 അടി, അതായത് 182 മീറ്ററാണ് എന്ന് പറഞ്ഞുവല്ലോ. ഈ 182 എന്നത് ഗുജറാത്ത് നിയമസഭയുടെ സീറ്റുകളുടെ എണ്ണം കൂടിയാണ്. ഒരുപാട് വിവാദങ്ങൾ ഈ പ്രതിമയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗുജറാത്തിന്റെ ടൂറിസം ഇൻഡസ്ട്രിയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. ഇങ്ങനെയൊരു പ്രതിമ, അതും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിൽ ഇവിടേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. നിർമ്മിച്ചതു മുതൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്താൽ ദിവസം ശരാശരി 10,000-ൽ പരം ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഏകതാ പ്രതിമയിലൂടെ ഇന്ത്യ 20 വർഷങ്ങൾക്കകം തന്നെ ലാഭം നേടിയെടുക്കുമെന്നത് നിസ്സംശയം പറയാം.